പറയാം. ആ വരട്ടെ പോകാൻ വരട്ടെ. വണ്ടി എടുക്കല്ല. അല്ലാതെ എവിടുത്തെ മര്യാദയാ? വണ്ടി കൈ കാണിച്ചെടുത്തിട്ട് വേറെ വണ്ടിയിലാ കയറി പോക്ക്. കൈ കാണിച്ച തോന്നി കൊടുത്തല്ല വണ്ടി കൊണ്ടുവന്ന് നിർത്തുക. ഏത് മോട്ടോർ വാഹനം അത് എവിടെ നിൽക്കുന്നൊന്നും ഗ്യാരണ്ടി തരാൻ പറ്റൂല. എന്റെ സൗകര്യത്തിന് നിർത്തണം വണ്ടി വന്ന് എനിക്ക്. ഓടോ. ആ പിന്നെ അങ്ങനെ മൊയ്തീനെ ഏങ്കുയാക്കിയിരുന്നാലും വണ്ടി ഒന്നാണ്ട് പോട്ടെ. മൊയ്തീന് കൈ നിസ്സാര കാര്യത്തിൽ എന്തിനാ വഴക്ക്? അല്ല മൂപ്പർക്ക് നമ്മളെ വണ്ടി കയറാൻ സൗകര്യപ്പെടുമെന്നൊന്നും അറിയണല്ലോ. സാർ ഇറങ്ങി ആ വണ്ടി പോയട്ടെ, എന്റെ വയറ്റിപ്പഴുപ്പ് മുട്ടിക്കണ്ട. ആ വന്നാട്ടെ. താൻ ഈ നരന്ന് പോളേനൊക്കെ പേടിക്കാൻ പോയാ പിന്നെ ആരെയൊക്കെ പേടിക്കും? പേടിക്കേണ്ടവരൊക്കെ പേടിക്കണ്ടേ സാറേ. കാള പറ്റൂന്ന് കേട്ടാ കയറെടുക്കുന്ന സ്വഭാവം ആ നത്തിന്റെ. നത്തോ മൂങ്ങ ആരെങ്കിലും അവിടെ. സാറ് വണ്ടി കയറി. ആ അപ്പൊ എവിടെ പോണ്ടേ? താൻ വിട്, ഞാൻ പറയാം. ഒരു മിനിറ്റ്, ഇപ്പൊ വരാം. വേഗം വരണം. ഹലോ, ഇതാര്? വെൽക്കം. എത്ര നാളായി കണ്ടിട്ട്. സോപ്പിടൊന്നും വേണ്ട. കഴിഞ്ഞ ആഴ്ച ഞാൻ വന്ന് സംസാരിച്ചൊക്കെ മറന്നോ? മറക്കാൻ നോക്കൂ, ഇമ്പോസിബിൾ. ഇരിക്കും സിനോ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്നെ നിങ്ങളുടെ പഞ്ചാര കേൾക്കാനല്ലേ വന്നത്? എനിക്കിന്ന് രണ്ടാലോന്ന് അറിയണം. എന്റെ വീട് നിങ്ങൾ ഒഴിഞ്ഞു തരുമില്ലേ? നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്ത മാറ്റർ ആണത്. ഇന്നൊരു തീരുമാനത്തിലെത്തണം. നിങ്ങൾക്ക് എന്റെ വീട് വാടകയ്ക്ക് തന്നു എന്നൊരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. നടന്നിരുന്ന എന്റെ കാലിന്റെ ചെരുപ്പ് തേഞ്ഞു. നല്ല ചെരുപ്പല്ലാഞ്ഞിട്ടാ. ബാറ്റയാണെങ്കിൽ ഇത്ര പെട്ടെന്ന് തേയൂല. എന്നത്തേക്ക് ഒഴിഞ്ഞു തരും? ഡിയർ നായർ, ബിലീവ് മീ, വീട് ഒഴിഞ്ഞു തരണമെന്ന് എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. സൗകര്യപ്രദമായ ഒരു വീട് അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം 2 കിട്ടണ്ടേ? കിട്ടിയാൽ ആ നിമിഷം ഞാൻ ഒഴിഞ്ഞിരിക്കും. നായരില്ലേ പാവം, അയാൾ വെയിറ്റ് ചെയ്യും. അയാൾ അവിടെ നിൽക്കട്ടെ. ഒരു വീട് ഞാൻ സംഘടിപ്പിച്ചു തന്നാലോ? ആ നിമിഷം ഞാൻ ഒഴിയും. അറ്റ് ദാറ്റ് മൊമെന്റ്. എന്നാൽ ഈ നിമിഷം ഒഴിഞ്ഞു ഞാനൊരു വീട് ശരിയായി കേട്ടാ വരുന്നത്. പക്ഷെ എല്ലാ സൗകര്യം ഉണ്ടോ? കൺവീനിയൻസ്, ഓൾ കൺവീനിയൻസ്. 4 മുറി, അടുക്കള, കക്കൂസ്, ലൈറ്റ്, പൈപ്പ്, ആശുപത്രി, ബസ് സ്റ്റോപ്പ്, സ്കൂള്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ടൗൺ ആണോ? ടൗൺ. മുറ്റത്ത് കാർ വരുമോ? ശ്രമിച്ചാൽ അടുക്കളയിൽ വരും. അടുത്ത അമ്പലം ഉണ്ടോ? 2 കിലോമീറ്റർ അപ്പുറത്ത് ഒന്നാന്തരം ദേവീക്ഷേത്രമുണ്ട്. ഓ, 2 കിലോമീറ്ററോ? ദാറ്റ് ഈസ് ടു മച്ച്. ഓ നോ നോ നോ, ആ വീട് ശരിയാവില്ല. അടുത്തൊരു അമ്പലമില്ലാത്ത വീടാണോ? കള്ളമേന്നെ. പിന്നെ എന്നിട്ട് അടുക്കളയിലുണ്ട് അമ്പലം. എത്ര നാളോടെ എന്നെ ഇട്ട് കുരങ്ങളിപ്പിക്കുന്നു? ഡോ, വീടിന്റെ ആധാരം എന്റെ പേരിലായിരിക്കും. പക്ഷെ ഞാൻ താമസിക്കുമ്പോ ഇതെന്റെ വീടാ. എന്റെ കുടുംബത്തൊന്നും വഴക്കുണ്ടാക്കിയാൽ തന്റെ എല്ല് കാണൂല. എന്ന് താൻ എന്നെ കൊല്ലടോ, കൊല്ല്. ഞാനത് ചെയ്യില്ല. പക്ഷെ ചെയ്യാൻ പറ്റിയൊരു എന്റെ കൂട്ടത്തിലുണ്ട്. നീലണ്ട എന്താ മാവ? കണ്ടോ? ഉദയ സർക്കസിലെ ഫയൽവാൻ, എന്റെ അനന്തരവൻ, സ്വന്തം അനന്തരവൻ. ഒരു മിനിറ്റ് തന്നെ നേരത്തെ. എന്താ പ്രശ്നം? പ്രശ്നം എന്റെ അമ്മാവൻ തന്നെയാ. 6 മാസം എന്ന് പറഞ്ഞിട്ട് വാടക കൊടുത്തതാ. കൊല്ലം 7 കഴിഞ്ഞു. വാടക കൂട്ടിത്തരാൻ പറഞ്ഞാൽ അത് സാധ്യമല്ല. എനിക്ക് എന്റെ പെൻഷനില്ലാതെ വേറെ വരുമാനമില്ല. എന്റെ വീട് ഒഴിഞ്ഞു കിട്ടും. ഒഴിഞ്ഞു തരാൻ എനിക്ക് മനസ്സില്ല. താൻ കൊണ്ട് കേസ് കൊടുക്കും. കേസ് കൊടുക്കാൻ തന്നെയാ പോണത്. ഒഴിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. നോക്ക്, ലെറ്റ് സീ. പോടോ. പാമ്പ് പിടിക്കുള്ളൂ. അവന്റെ തലയിൽ ഇരുത്തി വീഴും. മനസാക്ഷി ഇല്ലാത്തവൻ. വണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വിട്ടോ. അല്ല, ഈ പോലീസും കോടതി ഒന്നും ഇല്ലാതെ കഴിച്ചൂടെ? അത് താനാണോ നിശ്ചയിക്കുന്നത്? അതല്ല, സാറിന് വീട് ഒഴിഞ്ഞിട്ടാ പോരെ. പോലീസും കോടതി ഒന്നും കൂടാതെ ഒരു എളുപ്പ വഴിയുണ്ട്. ഇവനല്ലവന്റെ തണ്ടനിറക്കി തരാം. അതെന്ത് വഴി? അതൊരു വളഞ്ഞ വഴിയാ. കുറച്ച് കാശിയിൽ പോവും. പറ്റുമോ? കാശില് വയ്യ. എന്നാ 10 മൊയ്തീനെ കൊടുത്താ. ഇറങ്ങിക്കോളി. എന്നെ കൊണ്ടിട്ട് പോരി. നാരായണ, നാരായൺ ഇവിടെയാണോ? ഇന്നടുത്തൊന്നുമില്ല. ഇവിടാണ് സ്ഥിരമായിട്ട് പകലുറക്കം. രാത്രിയോ? രാത്രി സാധാരണ ഉറക്കല്ലോ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ എവിടെയും കിടന്നുറക്കും മൂപ്പര്. ഈ കക്ഷിക്ക് വീടില്ലേ? വീട് എന്ന് പറഞ്ഞാൽ കാണും ഒക്കെ മൂപ്പരെ വീട് തന്നെ. വരി, ധൈര്യമായിട്ട് വരി, കേറിക്കോളി. ഇതിന്റെ പ്രധാന ദോസ്താണ് മൂപ്പര്. നോക്കണേ നാരായണ. അവര് ഇവിടൊക്കെയാണ് മൂപ്പര് ആസ്ഥാനം. എത്ര ചോര കണ്ടോനാണ് ഇവൻ. ഇല്ല വേറെ ഒന്ന് കണ്ടോ? മനുഷ്യന്റെ ചങ്കും കൊല്ലം എവിടൊക്കെയാണെന്ന് നമ്മളെക്കാൾ കൃത്യമായിട്ട് അറിയാൻ. നമുക്ക് കൊല്ലും കൊലപാതകമൊന്നും വേണ്ടട്ടോ. എനിക്ക് വീടൊന്ന് ഒഴിപ്പിച്ച് കിട്ടിയാൽ മതി. എന്തും അതിന്റെ വഴിക്ക് നാരായണ ഹാൻഡിൽ ചെയ്തോളൂ. പന്ത് ഇപ്പൊ നമുക്ക് വിട്ടെന്ന സ്ഥിതിക്ക് ഇനി സാറ് കളിയിൽ ഇടപെടരുത്.
നാരായണൻ പന്തേറ്റ് ഗോൾമുഖത്തേക്ക് പാഞ്ഞു കയറും, ഗോൾ അടിക്കും. പോരെ? നാളെ ഇനി എവിടെ ചെന്ന് തപ്പും? നമ്മളില്ല കൂടെ, നിങ്ങൾ നടക്കി വരി പോവാ. ഇതാരുടെ വീടാ? ഇതൊക്കെ നമ്മളെ വീട് തന്നെ. സാർ കാണിക്കാതെ വന്നാട്ടെ. ആണോ? ശാന്തമ്മേ, ശാന്തമ്മേ. മൊയ്തനിക്ക, ആ, ഞാൻ വിചാരിച്ചു ഈ പാവങ്ങളെയൊക്കെ മറന്നൂന്ന്. അങ്ങനെ ആയിട്ട് മറക്കാൻ ഒക്കും നിന്നെ? കേറി ഇരിക്കേട്ടാ, അല്ലെങ്കിൽ ഉമ്മറത്തിരിക്കണ്ട, അകത്തോട്ടിരിക്കാം. വേണ്ട വേണ്ട, അയാൾ അവിടെ നിന്നോളൂ. ഓ, എനിക്കറിയാം മൊയ്തനിക്കാക്ക് ഇപ്പൊ എന്നോട് ഒരു സ്നേഹവും ഇല്ല. ശാന്തമ്മേ, അത് പറയരുത്. സ്നേഹമില്ല എന്നുള്ളൊരു വാക്ക് ശാന്തമ്മ പറയരുത്. വന്ന കാര്യം പറയടോ. ആ, പറയും പോലെ. നാരായണേട്ടനകത്തുണ്ടോ? ഏത് നാരായണേട്ടൻ? നത്തോ? നത്തോ? ഒന്ന് പതുക്കെ പറ. ആളെങ്ങനെ അകത്തുണ്ട് പൊളിച്ച തെറിയേക്കൂ. ഒന്ന് വിളിക്കടി. അയ്യോ, ഇവിടെ ഇല്ല. എന്റെ അടുത്ത് കളവ് പറയരുത്. എന്റെ അമ്മയാണ് സത്യം. നാരായണേട്ടൻ ഇവിടെ ഇല്ല. ഞാൻ രാവും പകലൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് എവിടെ പോയി കിടക്കണ ഇയാള്? കയ്യിൽ കുറച്ച് കാശ് വന്നു പെട്ടിട്ടുണ്ടല്ലോ, അത് തീർക്കാതെ ഇരിക്കപ്പുറതി ഉണ്ടാവില്ല. വന്ന കാലം നിൽക്കാതെ അകത്തേക്ക് കയറി ഇരിക്കേട്ടാ. വാടോ, പോകാം. നാരായണേട്ടന് വന്നൊരു കോളാണ്. ഇനി ഇയാൾ എവിടെ ചെന്നാണ് തപ്പ് റബ്ബേ? അല്ല സാറേ, എങ്ങനെ വല്ലതും പറയാനുണ്ടോ? എന്ത്? അല്ല, ലേശം റെസ്റ്റ് എടുത്തിട്ട് പോയാ പോരെ? വണ്ടി എടുക്കണോ? ആ, എന്നാ പോവുക. 3 4 5 6 7 8 9 10 11 12 13 1 2 3 4 5 6 7 8 9 10 11 12 ജോസ് ഒന്ന് നോക്കുക. നീ നമ്മളെ നത്തിനെ കണ്ടോ? ഇല്ല. ഇനി ഇയാൾ എവിടെ ചെന്ന് കിടക്കുന്ന പഠിച്ചോനെ? എന്താ കാര്യം? നല്ലൊരു കോള് വന്നിട്ടുണ്ട്. നമ്മളെ കൊച്ചുകുഞ്ഞാശാന്റെ കടയിലെത്തി പോന്നതാ. നത്തിന് ഉടനെ കിട്ടണം, അല്ലെങ്കിൽ പാർട്ടി കയ്യിൽ നിന്ന് പോവേ. അയ്യോ വിടണ്ട, നത്തിന് ഏത് തെങ്ങിന്റെ മണ്ടയിലായാലും നമുക്ക് തപ്പിയെടുക്കാം. എന്ന് ജോസ് ഒന്നാ വഴിക്ക് നീങ്ങ്. ആ. ഞാൻ ഒന്ന് ഷാപ്പ് പോയി വെക്കാം. ആയിക്കല്ലേ. അല്ലെങ്കിൽ ഇവിടെയൊക്കെ തൂങ്ങി തിരിഞ്ഞ് നിൽക്കുന്നത് കാണാം. ആവശ്യത്തിന് ഒരാൾ അന്വേഷിച്ചോ കാണില്ല. ചോദിക്കുന്നതിൽ തെറ്റിദ്ധരിക്കരുത്. ഈ കക്ഷികളെയൊക്കെ നമുക്ക് വിശ്വസിക്കാമോ? നത്ത് പാവം നമ്പ ഇത്തിരി ചെറ്റത്തരം കയ്യിലുണ്ടെന്നേ ഉള്ളൂ. ആ മൊയ്തീനുണ്ടല്ലോ വേതാളം, അവനെ അങ്ങനെ നമ്പണ്ട, കള്ളനാ. നത്തുനാരായണന്റെ വലങ്കയ്യാന്ന് പറഞ്ഞ അവന്റെ നടപ്പ്. നത്തിന് വലങ്കയ്യോ ഇടങ്കയ്യോ ആയിട്ട് ആകെ ഒരൊറ്റ ഒരുത്തനേ ഉള്ളൂ, രാമു, ഇടിയൻ രാമു. രമേട്ടാ, ഒരാൾ കാണാൻ വന്നിരിക്കുന്നു. ആരാ? ആരാന്ന് പറഞ്ഞില്ല. എന്താ അത്യാവശ്യം അത്ര? അയാളാ? ആ തന്നെ. ആരാ? മനസ്സിലായില്ല. എന്റെ പേര് ഭാസ്കരൻ നായർ. ആ ടയർ കടക്കാരനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോഴറിഞ്ഞത് നിങ്ങളെ കണ്ട ആളെ പിടികിട്ടുവന്നു. ആരെ? നമ്മുടെ നാരായണൻ. ഓഹോ, തല്ലാനോ കൊല്ലാനോ? കൊല്ലൊന്നും വേണ്ട, വേണ്ടി വന്ന് 4 പൂജ പൂച്ചണം. എനിക്ക് എന്റെ വീട് ഒഴിഞ്ഞു കിട്ടും. അതിന് നാരായണനാരാ? പോലീസാ? അതിന്റെ കാശ് എത്രയാണെന്ന് വെച്ചാൽ കൊടുക്കാന്നേ. അങ്ങനൊരു കാശ് അവന് വേണ്ട. മനുഷ്യന്മാര് നന്നാവാൻ സംഭവിക്കത്തില്ല അല്ലടോ. തെമ്മാടിത്തരത്തിന് അവനെ വിളിച്ചോണ്ട് പോയി ഇടിച്ചതിന്റെ പണ്ട ഞാൻ കലക്കും. അതിന് എന്നെ ഇടിച്ചിട്ട് എന്താ കാര്യം? നിങ്ങൾ പോയി അയാളോട് പറ. അവനെ തല്ലിയാ നന്നാവില്ല. ഇനി അവനെ ഗുണ്ടായസിന് വിളിക്കാൻ വരുന്നവർക്കാടി, മനസ്സിലായോ? എനിക്ക് ഏത് നേരത്തെ ഈ ബുദ്ധി തോന്നി എന്റെ ദൈവമേ. ചൊവ്വനായിട്ടിരുന്ന മനുഷ്യന് സൗകര്യമായിട്ട് നടക്കാമായിരുന്നു. ഇതെന്തൊരു കല്ലടലാണ്. ചേടാ കള്ള പന്നി, ആളെ മക്കാറാക്കിട്ട് മുങ്ങാണല്ലേ? അടിച്ചാന്റെ സിൽവർ ഞാൻ അളക്കും. ഇതിന് ഓട്ടോറിക്ഷ കാശ് എത്രയാണെന്ന് വെച്ചാൽ തന്നേക്കാം. പിന്നെ നാരായണ തപ്പി ഞാൻ നടന്നതിന്റെ കാശാരി വരും. എല്ലാം കൂടി എത്രയാണെന്ന് വെച്ചാൽ തന്നേക്കാം. ആ, എന്നാ ഒരു 500 കൊടു. 500 രൂപ? പിന്നെ 10-20 കിലോമീറ്ററല്ലേ എവിടെയുള്ളൂ. ഞാനൊരു 50 രൂപ തരാം. എന്റെ തനി സ്വഭാവം നീ അറിയും. ഇത് വലിയ പുലിവാലായല്ലോ എന്റെ ഈശ്വര. ഇനി ബസ് കാശുള്ളൂ, ഇത് ഞാൻ തരില്ല. മതി, ബാക്കി നാരായണൻ കൂട്ടി വീട്ടിൽ വരുമ്പോ വാങ്ങിച്ചോണ്ട്. എനിക്കൊരു നത്തനെ വേണ്ട, നാരായണനും വേണ്ട. തടി ഒഴിവായി കിട്ടിയാൽ മതി. ഇത് എന്ത് പിശാചിക്കലാണ്? ഉടുമ്പ് പിടിക്കണവരെ പിടിക്കണത്. ഒന്ന് അവിടെ ഒന്ന് ഇവിടെ.
എന്ത് ഒന്ന് എണ്ണേൽക്ക്, ഒന്ന് എണ്ണേൽക്കാൻ. എന്താ പട്ടി വല്ലാതെ കുരയ്ക്കുന്നു. കള്ളന്മാരാരോ വന്നിട്ടുണ്ട്. അച്ഛാ, ജനലിൽ ആരോ ഇറങ്ങി. എന്റെ ഈശ്വര, ആരും മിണ്ടരുത്. നീ അവലക്കയും കിടക്ക്. ഞാനെടുക്കാം. അച്ഛാ, എനിക്ക് പേടിയാവുന്നു. ഇല്ലാതിരിക്കും. ആണെങ്കിൽ പോരുത്. ഭാസ്കരനാരല്ലേ? അതെ, ഞാൻ നാരായണനാണ്. നത്ത് നത്തന്റെ അച്ഛൻ. അങ്ങനെ വിളിച്ച് അടിച്ച് പല്ലിയാൻ കുടിക്കും പന്നി. നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങ. പുറത്തെ കടുവ നിൽക്കല്ലേ? വളർത്തുമ്പോ ഇത്തിരി മര്യാദക്ക് വളർത്തിക്കൂടെ? പട്ടിയാണെങ്കിൽ എന്ത്? എന്നെ നിലം തൊഴിച്ചിട്ടില്ലെന്നേ. കൊച്ചകത്തേക്കല്ലേ? നിങ്ങൾ പോയി കിടന്നോ, ഞാൻ കൂടെ അല്പം സംസാരിക്കാനുണ്ട്. 2000 രൂപ തരണം. പോലീസ് കേസുണ്ടായ ആ ചിലവും വഹിക്കും. എന്തിന് 2000 രൂപ? വീട് ഒഴിപ്പിച്ച് താക്കോല് കൈ തരും. ഇന്ന് രാത്രി വേണോ അതോ നാളെ വേണോ? അക്കാര്യത്തിൽ നിങ്ങൾ ഇടപെടണ്ട. തൽക്കാലം ഇവിടെ ഇറങ്ങി പോയാ മതി. എങ്കിൽ എന്റെ കാശ് എന്നൊക്കെ ഞാൻ പോയേക്കാം. നിങ്ങൾ ഇതിൽ ഇടപെടണ്ടെന്ന്. പിന്നെ നിന്റെ കാശ് ഇടപെടാൻ ഞാൻ തീരുമാനിച്ച് ഇറങ്ങിക്കഴിഞ്ഞു. മുന്നോട്ട് വെച്ച കാലം പിന്നോട്ട് എടുക്കുന്ന ചരിത്രം നാരായണനില്ല. വീട് ഒഴിപ്പിച്ചാലും ശരി, ഇല്ലെങ്കിൽ ശരി, എനിക്ക് എന്റെ കാശ് കിട്ടണം. ചോര കണ്ട് പേടി മാറിയവനാണ് നാരായണൻ. അതാരും മറക്കണ്ട. ഒഴിപ്പിക്കണോ വേണ്ടയോ? രണ്ടായാലും കാശിന് കുറവില്ല. എന്ത് തീരുമാനിച്ചു? എന്നാ പിന്നെ ഒഴിപ്പിച്ചിട്ട് എന്നാ പോരെ. മതി. ഇന്ന് വേണോ നാളെ വേണോ? നാളെ മതി. അപ്പോ പട്ടിയെ ചങ്ങല കിട്ടാൻ ഞാൻ വരാൻ കിടന്നോളാം. നിങ്ങൾക്ക് വാതിലടച്ചകത്തിരുന്ന് സുഖമായിട്ട് ഉറങ്ങാം. ഓക്കെ ഓക്കെ ഓക്കെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അല്ലേ? 2000 മുതലിക്കില്ല. 2500 വേണം. 2000 സമ്മതിച്ചല്ലേ? പക്ഷെ ഇവിടെ ഈ തടിയുള്ളവരെ നിങ്ങൾ പറഞ്ഞിരുന്നോ? ഒരു കാര്യം ഉറപ്പാ, ഏതായാലും 2 അടി പൊട്ടു. ചിലപ്പോ ആശുപത്രി ചെലവ് നിങ്ങൾ വഹിക്കേണ്ടി വരും. സമ്മതിച്ചോ? സമ്മതിച്ചോ? സമ്മതിക്കാതെ പിന്നെ എന്താ നിവൃത്തി? അന്നച്ചിന്ന് സംസാരിക്കും. എന്നെ എന്റെ വീട്ടിൽ നിന്ന് ഇപ്പൊഴിയണം ഈ നിമിഷം. കേസ് കൊടുക്കുന്നല്ലേ പറഞ്ഞത്? നമുക്ക് കോടതി കാണാം. അല്ലാതെ നീ ഒഴിയില്ല അല്ലടാ. ഞാൻ ഭാസ്കരൻ നായരോടാ സംസാരിക്കുന്നത്. നീ ആരാ? ഞാൻ ആരാണെന്നോ? എന്നെ നിനക്കറിയില്ല. അറിഞ്ഞാ നീ വറയ്ക്കും. ചോര കണ്ട് കൊതി മാറിയവനാടാ ഈ നാരായണൻ. എന്നെ തൊട്ടവന്റെ ശവ ഇവിടെ വീഴും. ചട്ടിങ്ങലൊക്കെ എടുത്ത് ഇറങ്ങും. അല്ലെങ്കിൽ കുമ്പളങ്ങ ചവിട്ടുന്ന പോലെ ചവിട്ടും. ഈ തടിയൊന്നും എനിക്കൊരു പ്രശ്നമല്ല. ഇറങ്ങണം. ആ വേണം. ആ എന്താ ഇത്? മിണ്ടിപ്പോടുന്നു. മിണ്ടിയ നാക്കാൻ ചവിട്ടി പറിക്കും. പോലീസിനെ വിളിക്കാം. പോലീസ് നാരായണ പുല്ലാടാ. പുല്ല് വാടാ വാടാ. അടുക്കരുത് അടുക്കരുത്. അടുത്താൽ അപകടമാണ്. പച്ചയിറക്കിലേക്ക് ഇരുന്ന പോലെ ഞാൻ കീറും. ചോരക്കളവാവിടെ നിന്റെ 6 ഇരട്ടികളെ ചുരുളിപ്പരമുന ഒറ്റ ചവിട്ടിന് വീട്ടിയോടാ ഞാൻ. ബ്ലാക്ക് ബെൽറ്റ് റോയെ ഒറ്റയിരിക്കും പെൻസിൽ വരെ നുറുക്കിയവനാണ്. അടുക്കരുത്. പോടാ. നായരെ, 1 മിനിറ്റ് സമയം തരണം.
ഒരു വണ്ടി വിളിക്കാനുള്ള സമയം. ഞങ്ങൾ പൊക്കോളാം. സത്യമാണോ? ഈശ്വരനാണ് സത്യം. വണ്ടിയിൽ സാധനങ്ങൾ കയറ്റി വീട് പൂട്ടി താക്കോലിന്റെ കയ്യിൽ തന്നിട്ടേ നാരായണൻ പോകൂ. മതി, ആ പിശാചെല്ലാം നശിപ്പിക്കും. ഒന്ന് നിർത്താൻ പറയും. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. നോ നോ, അതിന്റെ ആവശ്യമില്ല. മതി നാരായണ, മതി. അയാൾ പോകാൻ സമ്മതിച്ചു. 1 മണിക്കൂർ സമയം കൊടുക്കും. നിങ്ങൾ സമ്മതിച്ചു? ഞാൻ സമ്മതിച്ചു. ഛേ, കൈയുടെ തരിപ്പ് തീർന്നില്ല. കൊടുകൈ. എന്തിന്? കൈ കൊടു. പറഞ്ഞ ജോലി പറഞ്ഞ സമയത്ത് പറഞ്ഞതുപോലെ ഞാൻ ചെയ്തിരിക്കുന്നു. ഓക്കേ ഓക്കേ. ഇന്ന് തന്നെ എന്റെ പണി കഴിക്കും. മിനിക്കുട്ടി, അമ്മ പറയുന്ന കേക്ക്. അതിങ്ങനെ താഴെ വീണ കേടാവും. കേടായ അമ്മയ്ക്ക് എന്താ? മാമ ഇനി എനിക്ക് മേടിച്ചു തരുമല്ലോ. ഓ, ഹായ്, അച്ഛന്റെ പൊന്നോള് നല്ല ഉടുപ്പൊക്കെ ഇട്ടേക്കുന്നല്ലോ. മാമൻ കൊണ്ടുവന്നതാ. ആണോ? ഉടുപ്പും കളിപ്പാട്ടും എല്ലാം കൊണ്ടുവന്നു. ആ, അതാണ്ട മുട്ടായി. നാരായണൻ എപ്പോഴാ സതി വന്നേ? ഉച്ച കഴിഞ്ഞു. ആ വരവൊന്ന് കാണേണ്ടതായിരുന്നു. 4 കാലില്. നിനക്കാല് ചീത്ത പറയാൻ വരുന്നോ അവനെ? ഞാനില്ലേ, കേൾക്കണവർക്ക് നാണോ ഇല്ലെങ്കിൽ പറയണവർക്കെങ്കിലും വേണം. ഞാനൊന്നും മിണ്ടാൻ പോയില്ല. പോരാത്തിന് ഒറ്റയ്ക്കല്ല, കൂടെ ഒരു പടയുണ്ട്. ഒരു ഓട്ടോറിക്ഷ ലിഫ്റ്റിങ്ങളെല്ലാം കൂടി എങ്ങനെ കേറി പറ്റണോ എന്റെ ഈശ്വര.